ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട് മിക്കപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഒള്ളി എന്ന് പറയുന്ന വാക്ക് നെഗറ്റീവ് വേർഡാണോ അതോ പോസിറ്റീവ് മീനിങ് ആണോ. അങ്ങനെ ഒള്ളി എന്ന് പറയുന്ന വേർഡ് വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസിൻ്റെ ടാഗ് എന്തായിരിക്കും? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത് നോ അല്ലെങ്കിൽ നോട്ട്, അതിൻ്റെ അർത്ഥം നൽകുന്ന വാക്കുകളെയാണ് നമ്മൾ നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം നോ നോട്ടിൻ്റെ അർത്ഥം എന്താണ്? അല്ല അല്ലെങ്കിൽ ഇല്ല എന്നൊരർത്ഥമാണ് നോയും നോട്ടും നൽകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അതേ അർത്ഥം വരുന്ന വാക്കുകളാണ് സ്കേഴ്സ്ലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി. ഇതെല്ലാം നെഗറ്റീവ് മീനിങ് തരുന്ന വാക്കുകളാണ്. ഇതിൻ്റെ എല്ലാ അർത്ഥം എന്താണ്? അല്ല അല്ലെങ്കിൽ ഇല്ല എന്നൊരർത്ഥമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ല അല്ലെങ്കിൽ ഇല്ല എന്നർത്ഥം നൽകുന്ന വാക്കുകളെ നമ്മൾ നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയും. എന്നാൽ നമുക്ക് ഒള്ളി എന്ന് പറയുന്ന വാക്കെടുത്താലോ അതിൻ്റെ അർത്ഥം എന്താണ്? മാത്രം അല്ലെങ്കിൽ അത് മാത്രം എന്നൊരർത്ഥമാണ് നൽകുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒള്ളിയെ നമുക്ക് നെഗറ്റീവ് വേർഡായിട്ട് പരിഗണിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഒള്ളി എന്ന് പറയുന്ന വാക്ക് എന്ത് നൽകുന്നില്ല? അല്ല അല്ലെങ്കിൽ ഇല്ല എന്നൊരു അർത്ഥം നൽകുന്നില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒള്ളി എന്ന് പറയുന്ന വാക്ക് വരുന്ന സെന്റൻസ്, ആ സെന്റൻസിന്റെ എതിർ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് നമ്മൾ പരിഗണിക്കുമ്പോൾ അവിടെ അർത്ഥം നൽകുന്നത് എങ്ങനെയുള്ള അർത്ഥമായിരിക്കും? അല്ല അല്ലെങ്കിൽ ഇല്ല എന്നൊരർത്ഥമായിരിക്കും നൽകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് he is the only member among us belonging to that group. എന്നുവെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? അവൻ ഒഴികെ ബാക്കി ആരും എന്ത് ചെയ്യുന്നില്ല, ആ ഗ്രൂപ്പിൽ പെടുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സെന്റൻസിന്റെ പ്രത്യക്ഷമായിട്ടുള്ള അർത്ഥം നമ്മൾ പറഞ്ഞു. എന്താണ്? he is the only member among us belonging to that group. എന്നുവെച്ചാൽ ആ ഗ്രൂപ്പിൽ പെടുന്ന ഒരു മെമ്പർ എന്ന് പറയുന്നത് ഇവൻ മാത്രമാണ്. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് എടുക്കുമ്പോൾ എന്തായിരിക്കും അർത്ഥം വരിക? അവൻ ഒഴിച്ച് വേറെ ആരും ആ ഗ്രൂപ്പിൽ പെടുന്നതല്ല എന്നൊരർത്ഥമാണ് അവിടെ വരുന്നത്. ആ ഓപ്പോസിറ്റ് മീനിങ് എടുക്കുമ്പോൾ അവിടെ അല്ല എന്നൊരർത്ഥം വരുന്നുണ്ട്. ഉദാഹരണത്തിന് അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. ഹി ടുക്ക് ഒൺലി ദ പെൻസിൽ. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? അദ്ദേഹം പെൻസിൽ മാത്രമേ എടുത്തുള്ളൂ. അതിൻ്റെ വേറൊരു അർത്ഥം എന്താണ്? പെൻസിൽ ഒഴികെ വേറെ ഒന്നും അവൻ എടുത്തിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സെന്റൻസ് എന്ത് നൽകുന്നു? ഒരു നെഗറ്റീവ് മീനിങ് നൽകുന്നുണ്ട്. ഒള്ളിയെ നമുക്ക് എന്തായിട്ട് പരിഗണിക്കാം? ഒരു നെഗറ്റീവ് വേർഡായിട്ട് പരിഗണിക്കാം. അതുകൊണ്ട് തന്നെ ഒള്ളി എന്ന് പറയുന്ന വാക്ക് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ തരുന്ന സെന്റൻസിൽ വരികയാണെങ്കിൽ അതിൻ്റെ ടാഗ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. വ്യക്തമല്ലോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒള്ളിയുടെ അർത്ഥം മാത്രമെന്നാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിന് അല്ല അല്ലെങ്കിൽ ഇല്ല എന്നൊരർത്ഥം നൽകുന്നില്ല. എന്നാൽ ഒള്ളി എന്ന് പറയുന്ന വാക്കിൻ്റെ സെന്റൻസിനെ നമ്മൾ ഒന്നുകൊണ്ട് അനലൈസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹിഡൻ മീനിങ് കിടപ്പുണ്ട്. അതെങ്ങനെയുള്ള മീനിങ് ആണ്? നെഗറ്റീവ് സെൻസിലുള്ള മീനിങ് ആണ് അവിടെ കിടക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ ഒള്ളി എന്ന് പറയുന്ന വാക്ക് അവിടെ ഏതൊരർത്ഥം കൊടുക്കുന്നുണ്ട്? ഒരു നെഗറ്റീവ് സെൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നെഗറ്റീവ് സെൻസ് കൊടുക്കുന്നത് കൊണ്ട് ഈ ഒള്ളിയെ നമ്മൾ എന്തായിട്ട് പരിഗണിക്കുന്നു? നെഗറ്റീവ് വേർഡായിട്ട് പരിഗണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒള്ളി എന്ന് പറയുന്ന വാക്ക് വരുന്ന സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഹി ഈസ് ദ ഒൺലി മെമ്പർ എമോങ് അസ് ബിലോങ്ങിങ് ടു ദാറ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് ഒരിക്കലും ഈസ് ഹി എന്ന് വരാൻ പാടില്ല. എങ്ങനെ വരാവൂ? ഈസ് ഹി എന്നേ വരാവൂ. അതുപോലെ ഹി ടുക്ക് ഒൺലി ദ പെൻസിൽ എന്ന് പറയുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ വരാവൂ? ഡിഡ് ഹി എന്നേ വരാവൂ, അല്ല ഡിഡിൻറ്റ് ഹി എന്ന് വരാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാകുമ്പോൾ ഇനിയുള്ള പരീക്ഷകളിൽ ഒള്ളി എന്ന് പറയുന്ന വാക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരികയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒള്ളി എന്ന് പറയുന്ന വാക്കിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടാഗിനെ പോസിറ്റീവായിട്ട് നമ്മൾ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ധരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പുതിയ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.